ദേവ്യൈ നമ. അമ്മേ എന്നുടെ മാനസത്തിൽ സതതം വാഴുന്നു നീ സൗമ്യയായി. ചെമ്മേ എന്നുമെനിക്കു നീ തുണയതായി മേവുന്നു സർവേശ്വരി. മുമ്പേ നിന്നെ നമിച്ചു ഞാൻ എഴുതിയോര ഗാനമത്യാദരം തന്നേഹ. ശുഭമായി ലസിച്ചു ഭുവനേ എന്നാറ്റുകാലീശ്വരി. ആറ്റുകാലമ്മേ ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 37-ാമത്തെ അധ്യായം ഭക്തി മഹിമ ആണ് നമ്മൾ അവലോകനം ചെയ്തു വന്നത്. ഹിമവാന്റെയും ദേവിയുടെയും സംവാദം. ഹിമവാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദേവി പറയുന്ന ഉത്തരങ്ങളെയാണ് അതിൽ നാം അവലോകനം ചെയ്തത്. ഹിമവാനും ദേവിയും തമ്മിലുള്ള ആ സംവാദം തുടർന്നുകൊണ്ട് അടുത്ത 38-ാധ്യായ 38-ാമത്തെ അധ്യായത്തിലെ സപ്തമസ്കന്ധത്തില് ദേവിയുടെ ഉത്സവ വ്രതാദികളെക്കുറിച്ചെല്ലാം ഇവിടെ ദേവി തന്നെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെയാണ് ഇനി നമുക്ക് ഈ അധ്യായത്തിൽ അവലോകനം ചെയ്യാനുള്ളത്. ഹിമവാന്റെ ചോദ്യത്തോടു കൂടിയാണ് അധ്യായം തുടങ്ങുന്നത്. ഹിമാലയ ഉവാച കതിസ്ഥാനാനി ദേവേശി ദ്രഷ്ടവ്യാനി മഹീതലേ മുഖ്യാനി ച പവിത്രാണി ദേവി പ്രിയതമാനി ച വ്രതാന്യപി തഥാ യാനി തുഷ്ഠിതാന്യുത്സവാ അഭി തത്സർവം വദ മേ മാതാ കൃതകൃത്യോ യതോ നര. ഹിമവാൻ ചോദിക്കുന്നു, ദേവി ഭൂമിയിലെ ഒരു ഭക്തൻ ദർശിക്കേണ്ട പവിത്രങ്ങളായിട്ടുള്ള ദേവിയുടെ പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രാദികൾ ഏതൊക്കെയാണ്? അതുമാതിരി തന്നെ ദേവിയെ പ്രീതിപ്പെടുത്തുവാനായി ചെയ്യേണ്ടതായിട്ടുള്ള വ്രതങ്ങൾ, ഉത്സവാദികൾ ഏതെല്ലാമാണ്? ഇതെല്ലാം എനിക്ക് ദീർഘമായിട്ട് പറഞ്ഞു തരണം എന്നുള്ള ഹിമവാന്റെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് ഇവിടെ ദേവി പറയുന്ന മറുപടികളാണ് ഇനി നമുക്ക് മുന്നോട്ട് ഈ അധ്യായത്തിൽ കേൾക്കാനുള്ളത്. ശ്രീദേവ്യ ഉവാച സർവം ദൃശ്യം മമ സ്ഥാനം സർവേ കാലാവ്രതാത്മകാഃ ഉത്സവ സർവകാലേഷു യതോഹം സർവരൂപിണീ. വളരെ ഒരു പ്രാധാന്യമായിട്ടുള്ള അർഹിക്കുന്ന ഒരു ശ്ലോകമാണ് ദേവി ഇവിടെ പറഞ്ഞത്. ഈ ആദ്യത്തെ ഈ ശ്ലോകം തന്നെ, സർവം ദൃശ്യം മമസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ, ഈ ഭൂമിയിലെ ദൃശ്യമായി കാണപ്പെടുന്ന സകലതും എൻ്റെ സ്ഥാനങ്ങളാണ്. സർവേ കാലാവ്രതാത്മക, എല്ലാ കാലവും എൻ്റെ വ്രതത്തിന് ഉള്ളതാണ്, എല്ലാ കാലവും എൻ്റെ വ്രതത്തിന് യോജിച്ചതാണെന്നാണ് പറയുന്നത്. ഉത്സവ സർവകാലേഷു, അതേമാതിരി ഉത്സവവും എല്ലാ കാലത്തും എൻ്റെ നടത്താവുന്നതാണ്. യഥോഹം സർവരൂപിണി, കാരണം എന്താ? ഞാൻ സർവരൂപിണിയാണ്, സർവസ്വരൂപിണിയാണ്. ഈ പ്രപഞ്ചമായി നിൽക്കുന്നത് ദേവിയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരാദി ലീലകൾ ചെയ്യുന്നത് ജഗദംബികയാണ്, ദേവിയാണ്. കാണപ്പെടുന്നതായിട്ടുള്ള സർവചരാചരങ്ങളും ദേവിയുടെ സ്വരൂപം തന്നെയാണ്. ഇതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം ആയിട്ടൊക്കെ നമ്മൾ ഭാഗവത മഹാപുരാണത്തിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, കാണപ്പെടുന്ന സർവചരാചരങ്ങളെയും ദേവീരൂപമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഭഗവത് രൂപമായിക്കൊണ്ട്, അല്ലെങ്കിൽ താൻ ഉപാസിക്കുന്നതായിട്ടുള്ള ഏത് മൂർത്തിയാണെങ്കിലും വിരോധമില്ല, എല്ലാം ബ്രഹ്മത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് എന്ന് പല പ്രാവശ്യവും ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോൾ കാണപ്പെടുന്നതൊക്കെ തന്നെ ആ ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ
കാണപ്പെടുന്ന സകല സ്ഥാനങ്ങളും ദേവിയുടെ സ്ഥാനമാണ്. കാണപ്പെടുന്നത് ഏതൊരു വസ്തുവാണ് പിന്നെ ഈ പ്രപഞ്ചത്തില് ദേവി അല്ലാതെ മറ്റൊന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുക? അല്ലേ? നോക്കൂ, ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയില്ല. പണ്ട് മഹാപണ്ഡിതനായിട്ടുള്ള ഒരു ജ്ഞാനി ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് മറ്റൊരു ഭക്തൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് അവിടെ ഭഗവാനെ അമരപ്രഭു എന്ന് പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൽ അമരപ്രഭു എന്ന് പറയുന്ന സ്ഥാനത്ത് തെറ്റിച്ചുകൊണ്ട് മരപ്രഭു എന്ന് പറഞ്ഞു എന്നാണ് പറയണത്. ഇത് കേട്ട പണ്ഡിതൻ ഉടനെ എന്തായി പറയണത്? മരപ്രഭുവോ? അമരപ്രഭുവാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അകത്തുനിന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറയണത്. ആ പണ്ഡിതനോട് ചോദിക്കുകയാണ്, അപ്പോൾ മരപ്രഭു ആയിട്ടുള്ളത് ആരാ ഒന്ന് പറയൂ എന്ന്. അതായത് താല്പര്യം മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാണപ്പെടുന്ന സർവചരാചരവും ഭഗവൽ രൂപം അഖിലം ന അന്യൽ വസ്തു ഇഹ കിഞ്ചന എന്നാണ് ഭാഗവത മഹാപുരാണത്തിൽ അവിടെ ശ്രീശുകൻ പറയണത്. കാണപ്പെടുന്ന സർവചരാചരങ്ങളും സർവപ്രാണികളും എല്ലാം ഭഗവൽ രൂപമാണ്, ദേവീ രൂപമാണ് എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ വിശേഷിച്ച് ഇന്ന സ്ഥലമാണ് പുണ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലം പുണ്യമല്ലാത്തതാണ്, ഇന്ന സ്ഥലത്ത് ദേവി ഉണ്ട്, ഇന്ന സ്ഥലത്ത് ദേവി ഇല്ല എന്ന് പറയാൻ കഴിയോ? കഴിയില്ല. രണ്ടാമത്തതാണ് സർവേ കാലാവൃതാത്മക. കാലസ്വരൂപിണിയായിട്ടിരിക്കുന്നത് ആ ജഗദംബയായിട്ടുള്ള ദേവി തന്നെയാണ്. കാലസ്വരൂപിണിയാണ് ദേവി എന്നിരിക്കുമ്പോൾ അപ്പോൾ ആ ദേവിയെ, കാലസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ പൂജിക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു കാലം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന സമയത്തെ ദേവിയുടെ നാമം ജപിക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് ദേവിയുടെ നാമം ജപിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. ഏത് സമയത്തും ദേവിയുടെ നാമങ്ങൾ ജപിക്കാവുന്നതാണ്. അതേമാതിരി വ്രതം, പൂജാദികൾ, അനുഷ്ഠാനങ്ങൾ. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ചില പുണ്യ ദിവസങ്ങളിൽ, ഇപ്പം ഏകാദശി ദിവസം മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട്, അതേമാതിരി വെള്ളിയാഴ്ച തോറും ദേവിക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഷഷ്ഠി വ്രതം സ്കന്ദന് വേണ്ടിയിട്ട്, അതേമാതിരി ചതുർത്ഥി വ്രതം ഗണപതി മഹാഗണപതിക്കായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ എങ്കിലും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ പൂജിക്കാനായിട്ട് ഒരു വ്രതമെടുക്കാനായിക്കൊണ്ട്, ഒരു വ്രതം ചെയ്യാനായിക്കൊണ്ട് ഒരു പ്രത്യേക ദിവസം, കാലം, സമയം അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഒന്നുമില്ല. കാരണം എന്താണ്? യഥോ അഹം സർവരൂപിണി എന്നാണ് ഇവിടെ ദേവി പറയണത്. സർവരൂപിണിയായിക്കൊണ്ടിരിക്കുന്നത്, സർവവും ആയിക്കൊണ്ടിരിക്കുന്നത് കാണപ്പെടുന്ന പ്രപഞ്ചവും പ്രപഞ്ചാദി വസ്തുക്കളും വ്യക്തികളും ആ പ്രപഞ്ചത്തിനെ നയിക്കുന്നതായിട്ടുള്ള കാലം, ദേശം എല്ലാം തന്നെ ദേവിയാണ് എന്നിരിക്കെ ഒരു പ്രത്യേകിച്ച് ദൃശ്യമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു പുണ്യസ്ഥലം, ഒരു പുണ്യ കാലം, വ്രതാദികളെ അനുഷ്ഠിക്കാനായിക്കൊണ്ട്, ഉത്സവാദികളെ നടത്താനായിക്കൊണ്ട്